ആഗോള കത്തോലിക്ക സഭ ഇന്ന് സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. എണ്ണപ്പെട്ട വിശുദ്ധർ മാത്രമല്ല, എണ്ണപ്പെടാത്ത വിശുദ്ധരും കത്തോലിക്ക സഭയിലുണ്ട് എന്നുള്ളതാണ് ഈ തിരുനാൾ നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല ഓർമ്മപ്പെടുത്തൽ. പ്രഖ്യാപിക്കപ്പെട്ട വിശുദ്ധർ മാത്രമല്ല, പ്രഖ്യാപിക്കപ്പെടാത്ത വിശുദ്ധരും കത്തോലിക്ക സഭയിലുണ്ട് എന്ന് ധ്യാനിക്കേണ്ട നാളാണിന്ന്. അതുകൊണ്ട് തന്നെ ഈ നാൾ ഏറ്റവും അനുഗ്രഹപ്രദമാണ്. സഭയിൽ പ്രഖ്യാപിക്കപ്പെട്ടതും എണ്ണപ്പെട്ടതുമായ നിരവധിയായ വിശുദ്ധരെ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അങ്ങനെ അല്ലാത്ത ചില വിശുദ്ധരുണ്ട്. എവിടെ നോക്കണമെന്ന് ചോദിച്ചാൽ വീടിൻ്റെ ചുവരിൽ നോക്കിയാൽ നമുക്ക് മുമ്പേ കടന്നുപോയ നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരുടെയൊക്കെ ചിത്രം ഒരുപക്ഷെ കാണാം. നമ്മുടെ മുമ്പിൽ ജീവിച്ചു കാട്ടിയ വിശുദ്ധൻ തന്നെയാണ് ആ മനുഷ്യൻ. ഇന്ന് നമുക്കെത്തിപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രാർത്ഥനാ ജീവിതവും നന്മയും പുണ്യങ്ങളും ക്ഷമയും വാത്സല്യവും ഒക്കെ നമ്മുടെ മുമ്പിൽ മാതൃകയായി കാട്ടിത്തന്ന് ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ കൃത്യമായി നമുക്ക് തന്നിട്ട് പോയ പ്രിയപ്പെട്ട ഒരാൾ. അങ്ങനെ ഒരാളെ ഹൃദയത്തിലേക്ക് സൂക്ഷിക്കുന്ന ഓരോ മനുഷ്യരും ചിന്തിക്കണം, അവർ വിശുദ്ധരാണ്, അവർ കർത്താവിൻ്റെ വിജയസഭയിലാണ്. അങ്ങനെ എണ്ണപ്പെടാത്ത പോയ വിശുദ്ധരും പ്രഖ്യാപിക്കപ്പെടാതെ പോയ വിശുദ്ധരെയും ഒക്കെ ധ്യാനിക്കേണ്ട നാളാണെന്ന്. ഒരു കൂട്ടം വിശുദ്ധരെ ഇന്ന് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടും അവരുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാനായി സഭ ഇന്ന് ഒരുങ്ങുന്ന ദിവസം നമ്മുടെ ഉള്ളിലെ ധ്യാന വിഷയം എന്താണ്? ഒറ്റ വാക്കിൽ പറയാവുന്ന ഇത്രയേ ഉള്ളൂ: നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ കണക്ക് ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ ജീവിതം എന്തായിരുന്നുവെന്ന് കൃത്യമായി എണ്ണത്തിട്ടപ്പെടുത്തി 8 വാക്കുകളിൽ ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കും. ഈ ഭൂമിയിൽ വിശുദ്ധിയിലേക്ക് എത്തിപ്പെടാൻ ഈ 8 കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ എത്തിപ്പെടേണ്ടത് ആവശ്യകതയുണ്ട്. കാര്യം ഈ 8 കാര്യങ്ങളും ക്രിസ്തുവിൻ്റെ ജീവിതമായിരുന്നു. ക്രിസ്തു ഈ ഭൂമിയിൽ കാട്ടിത്തന്ന മനോഹരമായ ജീവിത അനുഭവങ്ങളായിരുന്നു. മറ്റുള്ള മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ ചെയ്തു തീർത്തതും നമ്മുടെ ഉള്ളിൽ നമ്മൾ കടന്നുപോയ അനുഭവങ്ങളൊക്കെ ഈ 8 കാര്യങ്ങളും കൃത്യമായി ഓർമ്മപ്പെടുത്തും. 1. ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ഈ ഭൂമിയിലെ ജീവിതത്തിനിടയിൽ എവിടേക്കാണോ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുള്ളത്, ഈ ഭൂമിയിലെ ജീവിതത്തിനിടയിൽ എവിടേക്കാണോ ആത്മാവിൽ സങ്കടപ്പെട്ടിട്ടുള്ളത്, ആത്മാവിൽ എവിടേക്കാണോ എളിമയോടെയൊക്കെ ജീവിച്ചിട്ടുള്ളത്, അതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ്. കാരണം സ്വർഗരാജ്യം അവരുടേതായി മാറുന്നുണ്ട്. ഈ ഭൂമിയിൽ ആത്മാവിൻ്റെ ദാരിദ്ര്യം അനുഭവിച്ചവരാണോ നമ്മൾ? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടേക്കോ പ്രാർത്ഥനയുടെ പേരിൽ, ദൈവസ്നേഹത്തിൻ്റെ പേരിലൊക്കെ ദാരിദ്ര്യം അനുഭവിച്ച് കടന്നു പോയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ദൈവരാജ്യം നമ്മളുടേതാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഈ നിമിഷം ഹൃദയത്തിൽ വല്ലാണ്ട് വേദന തോന്നുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഓർക്കണം, നിങ്ങളൊക്കെ ആശ്വസിപ്പിക്കപ്പെടും. കാര്യം നിങ്ങളൊക്കെ വിശുദ്ധിയുടെ അടുത്താണ്. ഈ വിലാപം മാത്രം സൂക്ഷിക്കുന്ന ചില ഹൃദയങ്ങൾ ഇപ്പോഴുണ്ടല്ലോ, പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ചില കാര്യങ്ങൾ, ഉള്ളിൽ ഏറെ സങ്കടങ്ങൾ മാത്രം ബാക്കിയാവുന്ന ചില മനുഷ്യർ, നഷ്ടങ്ങളുടെ മേൽ നഷ്ടങ്ങൾ വരുന്ന മനുഷ്യർ, ഇവരൊക്കെ വിലാപം ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ബൈബിളിലെ അനേകം വ്യക്തികൾ അങ്ങനെയുണ്ട്. പ്രഖ്യാപിക്കപ്പെട്ട വിശുദ്ധരിലെ അനേകം മനുഷ്യരും കടന്നുപോയത് ഇതേ വിലാപമാണ്. മരണത്തിൻ്റെ അവസാന നിമിഷം പോലും സഹനത്തിൻ്റെയും കണ്ണുനീരിലൂടെയും കടന്നുപോയ ചില മനുഷ്യർ. അവരെല്ലാവരും എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അവർ വിശുദ്ധരായി ജീവിച്ചു എന്നുള്ളതാണ് തെളിവ്. അവരൊക്കെ വിശുദ്ധിയുടെ അടുത്തായിരുന്നു. കാരണം ഇതെല്ലാം കഴിഞ്ഞൊരു ആശ്വാസത്തിൻ്റെ നിമിഷമുണ്ട്. അത് സ്വർഗത്തിൻ്റെ ആശ്വാസമാണ്, ദൈവത്തിൻ്റെ ആശ്വാസമാണ്. ആ ആശ്വാസം വിശുദ്ധിയോടെ ജീവിച്ചതിൻ്റെ പേരുള്ള ആശ്വാസമാണ്. അതിനുശേഷം ക്രിസ്തു പറയുന്നതാണ്: ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. എന്തുമാത്രം ശാന്തതയോടെ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. നടക്കുമ്പോൾ മണ്ണ് പോലും കാലിൽ പറ്റുന്നില്ല എന്ന് ഉറപ്പുവരുത്തി എത്ര മനുഷ്യരാണ് ഈ ഭൂമിയിൽ കടന്നു പോകുന്നത്? ആരെയും വേദനിപ്പിക്കാതെ, ആരുടെയും കണ്ണ് നിറയ്ക്കാതെ. ഉള്ളിൽ ഒത്തിരി വേദനകൾ തോന്നുമ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത മനുഷ്യരൊക്കെ വിശുദ്ധർ തന്നെയാണ്. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മളൊക്കെ സംതൃപ്തരാക്കപ്പെടും. കാര്യം നീതി അത് ദൈവവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ ഭൂമിയിൽ ക്രിസ്തു നീതിമാനായിരുന്നു. എന്നിട്ടും ക്രിസ്തു ഈ ഭൂമിയിൽ ക്രൂശിക്കപ്പെട്ടു. നമ്മളൊക്കെ ഈ ഭൂമിയിൽ നീതിയോടെ ചരിച്ചിട്ടും നമ്മളൊക്കെ വല്ലാണ്ട് അനീതിയുടെ പേരിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി കരുണ കാണിക്കാൻ ഒരു ദൈവമുണ്ടെന്ന് മറന്നു പോകരുത്. ഹൃദയത്തിൽ നന്മ സൂക്ഷിക്കുന്നവരൊക്കെ ഓർത്തിരിക്കേണ്ടത്, അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഉള്ളിൽ എത്ര തന്നെ പ്രശ്നങ്ങളുണ്ടായാലും നന്മ സൂക്ഷിക്കുന്ന ചില മനുഷ്യർ എപ്പോഴും ചുറ്റുമില്ലേ? അവരൊക്കെ വിശുദ്ധിയുടെ അടുത്താണ്. കാരണം അവരുടെ കണ്ണുകൾ ദൈവത്തെ കാണും. ഈ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യരോടൊക്കെ സമാധാനം സ്ഥാപിച്ച് കടന്നു പോകുന്ന ചില മനുഷ്യരും ഓർക്കണം, അവരും വിശുദ്ധിയുടെ അടുത്താണ്. ഇങ്ങനെ 8 കാര്യങ്ങൾ അക്കമിട്ട് ദൈവപുത്രൻ ഈ ഭൂമിയിൽ പറഞ്ഞു തന്നിട്ട് പോകുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ 8-ൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പെടുന്നുണ്ടോ? കരുണയുള്ളവരാകുന്നുണ്ടോ? നീതിക്ക് വേണ്ടി വിശക്കുന്നുണ്ടോ? വിലപിക്കുന്നുണ്ടോ? നമ്മളുടെ ഹൃദയശുദ്ധി സൂക്ഷിക്കുന്നുണ്ടോ? സമാധാനം സ്ഥാപിക്കുന്നുണ്ടോ?
ഇങ്ങനെ എന്തിൻ്റെ പേരിലാണോ നിങ്ങൾ ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ കാട്ടിക്കൊടുക്കുന്നത്, അതിൻ്റെ പേരിൽ തന്നെയാണ് നിങ്ങൾ വിശുദ്ധരായി മാറുന്നത്. ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ എന്തുമാത്രം കാട്ടിക്കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മനസ്സുകളിൽ മധുമലർ വിരിയും, ആത്മാവിൽ വരമഴ ചൊരിയും. പുണ്യാത്മനെ നിൻ തിരുനാൾ ആനന്ദത്തോടെ ഞങ്ങൾ ആഘോഷിച്ചിടും. മനസ്സുകളിൽ മധുമലർ വിരിയും, ആത്മാവിൽ വരമഴ ചൊരിയും. പുണ്യാത്മനെ നിൻ തിരുനാൾ ആനന്ദത്തോടെ ഞങ്ങൾ ആഘോഷിച്ചിടും. ധീരനാം താരനേ, ദാസരിൽ വരം തൂകണേ. യേശുവിൻ സാക്ഷിയായി മാറുവാൻ വരം തൂകണേ. ജീവവഴിയിൽ ഇടറിടുമ്പോൾ കരം തരണേ കരയേറ്റാൻ. ജീവവഴിയിൽ ഇടറിടുമ്പോൾ കരം തരണേ കരയേറ്റാൻ. യേശുവിനായി ജീവിക്കുവാൻ വചനത്തിൽ എന്നും നിലനിൽക്കാൻ. യേശുവിനായി ജീവിക്കുവാൻ വചനത്തിൽ എന്നും നിലനിൽക്കാൻ വരമരുളേടു പുണ്യാത്മാ. മനസ്സുകളിൽ മധുമലർ വിരിയും, ആത്മാവിൽ വരമഴ ചൊരിയും. പുണ്യാത്മനെ നിൻ തിരുനാൾ ആനന്ദത്തോടെ ഞങ്ങൾ ആഘോഷിച്ചിടും. ധീരനാം താതനേ, ദാസരിൽ വരം തൂകണേ. യേശുവിൻ സാക്ഷിയായി മാറുവാൻ വരം തൂകണേ. ആകുലനായലയുമ്പോൾ അരികിൽ വരൂ തുണയേകാൻ. ആകുലനായലയുമ്പോൾ അരികിൽ വരൂ തുണയേകാൻ. ശാശ്വത ജീവൻ നേടിടുവാൻ, ശാപത്തിൽ നിന്നും അകന്നിടുവാൻ. ശാശ്വത ജീവൻ നേടിടുവാൻ, ശാപത്തിൽ നിന്നും അകന്നിടുവാൻ വരമരുളേടു പുണ്യാത്മാ. മനസ്സുകളിൽ മധുമലർ വിരിയും, ആത്മാവിൽ വരമഴ ചൊരിയും. പുണ്യാത്മനെ നിൻ തിരുനാൾ ആനന്ദത്തോടെ ഞങ്ങൾ ആഘോഷിച്ചിടും. ധീരനാം താതനേ, ദാസരിൽ വരം തൂകണേ. യേശുവിൻ സാക്ഷിയായി മാറുവാൻ വരം തൂകണേ. ധീരനാം താതനേ, ദാസരിൽ വരം തൂകണേ. യേശുവിൻ